നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുങ്ങോട്ടുകര പൂരം എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്ന ആനയെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച തീരുമാനം അന്യായമെന്ന് ചാഴൂർ കുറുമ്പിലാവ് ദേശ കമ്മിറ്റി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തളിക്കുളത്ത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ്. ജനകീയാസൂത്രണ പദ്ധതി വാടാനപ്പള്ളിയിൽ അംഗനവാടി നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം. വാർത്തകൾ വിശദമായി. പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തിടമ്പേറ്റുന്ന ആനയെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച കേന്ദ്ര കമ്മിറ്റി തീരുമാനം അന്യായമാണെന്ന് ചാഴൂർ കുറുമ്പിലാവ് ദേശം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2012 അംഗീകരിച്ചിട്ടുള്ള ആനകളുടെ ഉയര അളവ് പരിഗണിക്കാതെ ഏറ്റവും പുതിയ ചിപ്പ് അളവ് പ്രകാരം കൂടുതൽ ഉയരമുള്ള ആനയാണ് തിടമ്പേറ്റേണ്ടത് എന്നതാണ് 7 ദേശക്കാരും ചേർന്ന പൊതുയോഗം തീരുമാനിച്ചിരുന്നത്. അക്കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതുപ്രകാരം ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയായ ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റാൻ യോഗ്യത. കാളിദാസന്റെ ഉയരം തെളിയിക്കുന്ന അസൽ രേഖ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കാളിദാസിന് തിടമ്പ് നൽകിയാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടാകുമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് മറ്റ് ദേശക്കാർ പോലീസിൽ പരാതി നൽകി. അതുപ്രകാരം നിലവിൽ കാളിദാസിനേക്കാൾ 6 ഇഞ്ച് ഉയരക്കുറവുള്ള ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശക്കാരുടെ ആനയായ തൃക്കടവൂർ ശിവരാജുവിന് നറുക്കിട്ട് തിടമ്പ് നിശ്ചയിക്കാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. നറുക്കെടുപ്പിൽ തൃക്കടവൂർ ശിവരാജുവിന് നറുക്കു വീണു. അതുപ്രകാരം ഉയരത്തിൽ 2ാം സ്ഥാനത്തുള്ള ആന തിടമ്പേറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശക്കാരുമായി യാതൊരുവിധ ശത്രുതയുമില്ല എന്നും ഇത് പൂരം കേന്ദ്ര കമ്മിറ്റിയുടെ വീഴ്ചയാണ് എന്നും ഇതിൽ പ്രതിഷേധിച്ച് 7 ദേശക്കാർ പങ്കെടുക്കുന്ന ഉത്സവത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയെ 7ാം സ്ഥാനത്താണ് നിർത്തുകയെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഷിബുദേവ് കുന്നത്ത്, പ്രസിഡന്റ് വിനീഷ് പോട്ടയിൽ, ട്രഷറർ യദു കൃഷ്ണ കൂനമ്പാട്ട്, ലൈജു ചെറുമുളങ്ങാട്ട് തയ്യിൽ, സാഗർ കുറുപ്പത്ത്, ഷൈൻ കാഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു. ചിറക്കൽ കാളിദാസന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി 317 എന്ന അളവ് വ്യാജമല്ല, ഒറിജിനലാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഇതേ സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മിനിറ്റ്സ് ബുക്കിലെ സത്യങ്ങൾ വെളിപ്പെടുത്തി ചാഴൂർ കുറുമ്പിലാവിന് ഈ തടമ്പ് നൽകേണ്ടതിന് പകരം ചില ദേശങ്ങൾ തമ്മിൽ സ്പർദ്ധയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി നിയമപാലകരെ തെറ്റിദ്ധരിപ്പിച്ച് 1ഉം 2ഉം സ്ഥാനക്കാരെ നറുക്കെടുപ്പിലേക്ക് വലിച്ചടക്കുകയായിരുന്നു. അതുകൂടാതെ കേന്ദ്രത്തിൽ ഒരു വ്യത്യസ്ത ന്യായം കൂടി അവർ പറയുകയുണ്ടായി. ചാഴൂർ കുറുമ്പിലാവിന് പകൽ തടമ്പും ആലപ്പാടിന് രാത്രി തടമ്പും എന്നൊരു വ്യത്യസ്ത ന്യായം കൂടി അവിടെ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് ആ പൊതുയോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ കൂടി അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് ശേഷം ബാക്കിയുള്ള 6 ദേശക്കാരും കൂടി ഒരുമിച്ച് ഒപ്പിട്ട് ഇവിടെ ദേശങ്ങൾ തമ്മിലുള്ള കലാപങ്ങളും സ്പർദ്ധകളും കൂടുന്നു. ഈ 2 ആനകളും വരുന്ന എല്ലാ ഭാഗത്തും അടികളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് ഈ 2 ദേശക്കാരെ നറുക്കെടുപ്പിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് SP കത്ത് കൊടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട 100% ഞങ്ങൾക്ക് അവകാശപ്പെട്ട തടമ്പ് കേന്ദ്ര കമ്മിറ്റി അവരുടെ ചില കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ആലപ്പാട് പുറത്തൂർ കമ്മിറ്റിയുടെ ആനയായ തൃക്കടവൂർ ശിവരാജിന് നൽകുകയാണുണ്ടായി. ഇതേ സമയം ഒന്നുകൂടി വെളിപ്പെടുത്താനുണ്ട്. ഈ തൃക്കടവൂർ ശിവരാജു എന്ന ആനയെ ഞങ്ങൾ 16-17 കാലയളവിൽ ഞങ്ങൾ ഈ ചാഴൂർ കുറുമ്പിലാവ് കൊണ്ടുവന്നിട്ട് 7ാം സ്ഥാനത്ത് നിർത്തി ഭംഗിയായി പൂരം നടത്തുകയുണ്ടായി. അതുകൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2023-24 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നടത്തിയ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് ചൊവ്വാഴ്ച തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. NMMS എന്ന് പറയുന്ന ജിയോ ടാഗ് ചെയ്ത പ്രദേശത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ആ രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരു പക്ഷേ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി നഷ്ടപ്പെടും. ഇപ്പോൾ 2 ആഴ്ചത്തെ കൂലി കിട്ടാക്കടമായിട്ട് എടുക്കുക. 2 ആഴ്ച പണിയെടുത്തു, പക്ഷെ
നമുക്ക് കൂലി തരാൻ നിർവാഹമല്ലാത്ത രീതിയിലേക്ക് ആ നിയമം വന്നതിന്റെ ഭാഗമായിട്ട് പണിയിടിപ്പിച്ചിട്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തുക എന്ന് നിങ്ങൾക്ക് തോന്നും. അത് കറക്റ്റാണ്, ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെഹബൂബ് AM ആമുഖ പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, മെമ്പർമാരായ അനിൽകുമാർ IS, സിംഗ് വാലത്ത്, വിനയ് പ്രസാദ്, ഷിജി CK, ഷൈജ കിഷോർ, ഭിന്നി അറക്കൽ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ശ്രുതിമോൾ CP റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് ഹൗസിംഗ് ഓഫീസർ ദിവ്യ T ശങ്കർ, A സുരേഖ, സോഷ്യൽ ഓഡിറ്റ് VRPമാർ, വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ടീം അംഗങ്ങൾ, മേറ്റുമാർ, തൊഴിലാളികൾ, മാധ്യമപ്രവർത്തകർ, MGNREGS ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. MGNREGS A ശരണ്യ നന്ദി അറിയിച്ചു. പെരുമുട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ജെസി EA, സീനിയർ അസിസ്റ്റന്റ് V ഇന്ദിര എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 34 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് റിട്ടയർ ചെയ്ത് പിരിയുന്ന ടീച്ചർമാർ പോലെ തന്നെ ഇതിനു മുന്നിൽ ധാരാളം അധ്യാപകന്മാർ ഇവിടെ വിരമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവിടെ ഈ സ്കൂൾ ആരംഭിച്ച് നാളിതുവരെ നടന്ന നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ ഉയർന്ന തലപ്പത്ത് ഉദ്യോഗസ്ഥാനത്തൊക്കെ പ്രവർത്തിച്ചു വരുന്നവരുണ്ട്, അതിൽ നിന്ന് വിരമിച്ചവരുണ്ട്. അപ്പോൾ ഒരു 134 വർഷം ഒരു സർക്കാർ സ്കൂൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് നല്ല പോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പാഠ്യ വിഷയങ്ങളായാലും പാഠ്യേതര വിഷയങ്ങളായാലും നല്ല പോലെ ആ മേഖലയിൽ മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഉപഹാര സമർപ്പണവും നടന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് KS അജിത് കുമാർ ആമുഖ പ്രസംഗം നടത്തി. ഷീജ സദാനന്ദൻ, സീന അനിൽകുമാർ, രഹന പ്രജു, ചേർപ്പ് AEO AV സുനിൽകുമാർ, പ്രധാനാധ്യാപിക ശ്രീദേവി, ഡോക്ടർ ഉമാദേവി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, ബാബു വിജയകുമാർ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജ്, ബിന്ദു പേരത്ത് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന EA ജെസി, V ഇന്ദിര എന്നിവർ മറുപടി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. പുത്തൻപീടിക കുറുവത്ത് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഉത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, നവകം, പഞ്ചഗവ്യം, ശീവേലി, പറനിറയ്ക്കൽ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ് എന്നിവയും നടത്തി. നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തിടമ്പേറ്റി. മേളത്തിന് പഴുവിൽ രഘുമാരാർ പ്രാമാണ്യം വഹിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, വർണ്ണമഴ, തായമ്പക, ഗുരുതി സമർപ്പണം, മംഗളപൂജ എന്നിവയും നടത്തി. താന്ത്രിക പൂജകൾക്ക് ഡോക്ടർ കാര്യമാത്ര വിജയൻ ശാന്തി, ശ്രുതിഷ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ KK ചന്ദ്രൻ, KK തിലകരാജൻ, KK സുബ്രഹ്മണ്യൻ, സന്തോഷ് KS, KG സ്മിഘോഷ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.
അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തി ചായം മാതൃകയിൽ അംഗനവാടി നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. 25 നമ്പർ അംഗനവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. അംഗനവാടികളെ ബാലസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് ചായം എന്ന പദ്ധതി ഏറ്റെടുത്ത് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ചായം പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത് S അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CM നിസാർ, വാർഡ് മെമ്പർ ധനീഷ് KS, ഷബീർ അലി, സന്തോഷ് പണിക്കശ്ശേരി, മഞ്ജുലാൽ, പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥ ICDS സൂപ്പർവൈസർ വൈദേഹി KR എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ആദ്യഘട്ടം എന്ന നിലയിൽ 6 അംഗനവാടികൾ പണി പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. 10 ലക്ഷം തുകയാണ് പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയുടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധ, വസന്ത ദേവലാൽ, ജൂബി പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS രജികുമാർ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമുള്ള കുടുംബശ്രീ, ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, പ്രേരക്മാർ, SC പ്രൊമോട്ടർമാർ ഉൾപ്പെടെ 100-ലേറെ പേർ പരിപാടികളിൽ പങ്കെടുത്തു. ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുബൈദ പദ്ധതി വിശദീകരിച്ചു. ആ പദ്ധതി വളരെ കൃത്യമായിട്ട് നടപ്പാക്കിയാൽ നമ്മുടെ സമൂഹത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കാഴ്ച പരിമിതരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഏറെ പ്രയോജനമാകും. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴില്, അവരുടെ പരിശീലന പരിപാടികൾ, അങ്ങനെ ഒരുപാട് മേഖലകളെ ആസ്പദമാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ തൃശ്ശൂരിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആ പത്രത്തിന്റെ തലക്കെട്ട് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയും. ഇതുകൊണ്ട് നമുക്ക് ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് 19 കോടി രൂപയാണ് ഇതിന്.
വലപ്പാട് ബീച്ച് വിക്രംചേരി ശ്രീ ധർമ്മശാസ്ത്ര ഭദ്രകാളി വിഷ്ണുമായി ക്ഷേത്രത്തിൽ ഉത്രം മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഉഷപൂജ, പന്തീരടി പൂജ, പ്രഭാത ശീവേലി, കലശപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ. തുടർന്ന് വലപ്പാട് ഓങ്കാരം തിരുവാതിരക്കളി ടീമിന്റെ നേതൃത്വത്തിൽ പിന്നൽ തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് തായമ്പക, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. പുത്തൻകാട്ടിൽ കണ്ണൻ ശാന്തി, മേൽശാന്തി ബിജു എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ത്രിവിക്രമൻ VR, സെക്രട്ടറി VK സുന്ദരൻ, VV സുധാകരൻ, ഭാരവാഹികളായ VR ശശിധരൻ, VS ഗോപാലകൃഷ്ണൻ, VV വിശ്വംഭരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് തായംകൂട്ട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം നടന്നു. കുമ്പത്തിലെ ഉത്രനാളിൽ നടത്തിവരുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി കാവനാട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. ക്ഷേത്ര ശ്രീകോവിൽ കരിങ്കൽപ്പള്ളി വിരിക്കുന്നതിനായി ബാലാലയത്തിൽ മാറ്റി പ്രതിഷ്ഠിച്ചിരുന്ന ചൈതന്യങ്ങളെ കലശപൂജയോടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതും ഇത്തവണത്തെ മുഖ്യ ചടങ്ങായിരുന്നു. ഭഗവത് സേവ, പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ ഗണപതി ഹോമം, പ്രസാദഊട്ട് എന്നിവയും നടന്നു. വൈകിട്ട് നിറമാല, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. മന്ത്രോ നൗഷധം ദത്ത നകിഞ്ചിദപി വിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാധികം സമസ്യാണ്യഭ്യസിദ്ധ്യന്തി ശോകശംഗാമിമാംബര കൃത്വാ നിയന്ത്രയാമാസ സർവമേവമിദം ശുഭം സ്തോത്രം വൈ ചണ്ഡികായസ്തു തच्च ഗുഹ്യം ചകാരസ സമാപ്തിർന പുണ്യസ്യ തവ്യതാ വന്ദിനഗൃണ सोऽभिक्षेममवाप्नोति सर्वमेव न संशय കൃഷ്ണായ പദകൃതയ. നാട്ടിക ഇയാനി ഞായിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, നിർമാല്യ ദർശനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് പകൽപൂരം ഇയാനി ഞായിക്കാട്ട് പ്രേംലാലിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടു.
തുടർന്ന് ക്ഷേത്രത്തിൽ പകൽപൂരം നടന്നു. മേളത്തിന് പൊന്നാരി ഉണ്ണികൃഷ്ണൻ പ്രാമാണ്യം വഹിച്ചു. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി തായമ്പക, അത്താഴപൂജ, ഗുരുതിതർപ്പണം എന്നിവ നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി CB പ്രകാശൻ ശാന്തി, മേൽശാന്തി കണ്ണൻ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് NR സുജിത്ത്, സെക്രട്ടറി ENR പ്രേംലാൽ, ട്രഷറർ NN പ്രദോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കഴിമ്പ്രം മനയത്ത് ശ്രീ ശാസ്താംകുളം അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും നവകാഭിഷേകവും നടന്നു. രാവിലെ ഗണപതി ഹവനം, നിർമാല്യ ദർശനം, ഉഷപൂജ, നെയ്യഭിഷേകം, നവകാഭിഷേകം, ഉപദേവതാ പൂജ, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പൊയ്യാറ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നും മാതൃസംഘത്തിന്റെ സഹകരണത്തോടെയുള്ള പൂത്താലങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ്, ദീപാരാധന, ഭഗവത് സേവ, വർണ്ണമഴ, പറയെടുപ്പ്, തായമ്പക, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം കൺവീനർ സജി കാഞ്ഞിരപ്പറമ്പിൽ, ജോയിന്റ് കൺവീനർ ശിവജി സുരേഷ് ബാബു, ട്രഷറർ ബാബു ശിവജി, രക്ഷാധികാരികളായ മധുശക്തിധര പണിക്കർ, VR സുരേന്ദ്രൻ, EA ദേവദാസൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാണിജ്യം. തളിക്കുളം ഷജ് ഇന്നോവേഷൻസ് എന്ന കമ്പനി നൂതന ആശയങ്ങളോടെ വികസിപ്പിച്ചെടുക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ആദായ വിൽപ്പനയും ആരംഭിച്ചു. വാടനപ്പള്ളി മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ ഈ മാസം 22 മുതൽ 29 വരെ നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് അവർ വാങ്ങിയ ഉൽപ്പന്നം സൗജന്യമായി നൽകുന്നുണ്ട്. തളിക്കുളം സ്നേഹതീരം ഷാജ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രീ അസംബിൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മളിതിൽ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീ അസംബിൾഡ് എന്ന് പറയുന്നത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റ് ഈസിലി മൊബിലിറ്റി, അതായത് നമുക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഞങ്ങളുടെ ഇപ്പോൾ ഗ്യാസ് ക്യാബിനാണെങ്കിൽ പോലും നമുക്കൊരു ആക്റ്റീവ പോലത്തെ ഒരു സ്കൂട്ടറുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് തന്നെ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം, പ്രീ അസംബിൾഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം, നമ്മൾ പല ഉൽപ്പന്നങ്ങളിലും നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള ഉൽപ്പന്നങ്ങളിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് അത് ഫുൾഫില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് ഞങ്ങൾ വെള്ളത്തിൻ്റെ ഒരു ഡിസ്പെൻസർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ന് വെള്ളത്തിൻ്റെ ക്യാന് ഉയർത്തി തലകീഴായി മറിച്ച് കുത്തുന്നതിന് പകരം ഫ്ലോറിൽ തന്നെ ക്യാൻ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്ന ഹൈറ്റിലേക്ക് വെള്ളത്തിന് നമ്മൾ റേസ് ചെയ്തിട്ട് കപ്പിലേക്ക് പകർന്നെടുക്കാവുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് ജനങ്ങൾ നോക്കിക്കാണുന്ന ഞങ്ങളുടെ ഒരു ഉൽപ്പന്നം.
നമ്മളുടെ ഈ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും ഞങ്ങൾക്ക് ഒരു നറുക്കെടുപ്പിൽ അവരെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാങ്ങിക്കുന്ന ഉൽപ്പന്നം ഏതാണോ അത് നമുക്ക് ആ കസ്റ്റമർക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിനം ഔട്ട്ഡോർ ഗ്യാസ് ക്യാബിനറ്റുകൾ, ഗുഡ്സ് ട്രോളി, സ്കൂൾ ബെഞ്ച്, ഡെസ്ക്, ഇൻഡോർ അലക്കുകല്ല്, വാൾ മൗണ്ട് അയൽ, ചിരവയോടൊപ്പം ഇടിയപ്പം ഹോൾഡർ, റെസ്റ്റോറൻറ്റ് ടേബിൾ ഫ്രെയിം, വെള്ളത്തിൻ്റെ ക്യാൻ ഉയർത്താതെയും തലകീഴായി മറിയാതെയും ഉപയോഗിക്കാവുന്ന വാട്ടർ ഡിസ്പെൻസർ, നാടൻ ചാരുകസേര എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെയുള്ളത്. കമ്പനിയുടെ അടുത്ത പ്രദർശനം ചാവക്കാട് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കും 91 88 08 0149 98 95 54 65 66 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അത് ഗ്യാസ് ട്രോളി എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് ട്രോളി എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡെസ്പാച്ച് ചെയ്യാതെ നമുക്ക് കൈയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ട്രോളികളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങളുടെ ട്രോളിനെ സംബന്ധിച്ച് നമുക്കത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈവിട്ട് പോവാം, കട്ടളപ്പടി ഈസി ആയിട്ട് കടത്താൻ പറ്റും. അതേ ട്രോളിയിൽ തന്നെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ്സ് ട്രോളി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ട്രോളിയുടെ പ്രത്യേകത. ഗ്യാസ് ക്യാബിന് ഞങ്ങളിൽ ഓൾമോസ്റ്റ് 5 വേരിയൻ്റ് ഉണ്ട്. ഈ 5 വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങളും പല ആളുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും വേരിയൻറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറിൽ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് അടയ്ക്കുമ്പോൾ ഉള്ളിലോട്ട് പോകുന്ന മെത്തേഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അതുകൂടാതെ നമ്മുടെ തറയുടെ പാതകത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന മോഡലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ലോഡ് ചെയ്യാനും ഓഫ് ലോഡ് ചെയ്യാനും പറ്റും. അധികം ഹൈറ്റിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് ഉയർത്താതെ നമുക്ക് ഈസിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്കൂളുകൾക്കുള്ള ഡെസ്ക്, ബെഞ്ച് എല്ലാം തന്നെ നമുക്ക് പ്രീ അസംബിൾഡ് ആണ്. റെസ്റ്റോറൻറ്റ് ടേബിൾ ഫ്രെയിം, ഒരു ചിരവ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ചിരവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരവ പ്ലസ് നമ്മളതിലൊരു ഇടിയപ്പത്തിൻ്റെ ഹോൾഡറും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇത് 3ഉം കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു സ്റ്റൂളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിംഗിൾ സിലിണ്ടർ വെക്കുന്ന ഗ്യാസ് ക്യാബിനുണ്ട്. അധികം മുതൽ മുടക്കില്ലാത്ത രീതിയിൽ സിംഗിൾ സിലിണ്ടറാണ് നിങ്ങൾക്ക് വെക്കുന്നതെങ്കിൽ ആ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അതുകൂടാതെ ചുമരുമ അൺലിമിറ്റഡ് ആയിട്ട് ഡിസ്റ്റൻസിൽ വെക്കാവുന്ന അഴയ്ക്ക. ഏതൊരു അഴയ്ക്ക നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലും അതിന് ലിമിറ്റ് ഉണ്ടാവും. സപ്പോസ് ഒരു 3 ഫീറ്റോ 4 ഫീറ്റോ ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത്. പക്ഷേ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ചുമരിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ അഴയ്ക്ക ഫിറ്റ് ചെയ്യാൻ പറ്റും. വാടാനപ്പള്ളിയിൽ മമ്മസ്രായിലത്ത് സൈനുദ്ദീൻ ഭാര്യയും തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ ഷക്കീല ടീച്ചർ നിര്യാതയായി. 52 വയസ്സായിരുന്നു. ഷനീഷ, മെഹജുബീൻ, ഷഹൻഷാ എന്നിവർ മക്കളും നൌഫൽ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുങ്ങോട്ടുകര പൂരം എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്ന ആനയെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച തീരുമാനം അന്യായമെന്ന് ചാഴൂർ കുറുമ്പിലാവ് ദേശ കമ്മിറ്റി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തളിക്കുളത്ത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ്. ജനകീയാസൂത്രണ പദ്ധതി വാടാനപ്പള്ളിയിൽ അംഗനവാടി നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.